രാത്രി 10:30 മണിക്ക് ശ്വാസമില്ലാതെ എങ്ങോട്ടാണ് ഓടണമെന്നറിയാം നിങ്ങൾക്ക്. നാളെ നമ്മുടെ വിഷു ഫോട്ടോഷൂട്ടാണ്. പൂവ് ഇതുവരെ സെറ്റായിട്ടില്ല. അപ്പോൾ രാത്രി പൂവിട്ടാൽ നമ്മൾ എവിടേക്ക് ഓടും? ആതിര ഫ്ലവർ സ്റ്റോളിലേക്ക് അല്ലേ. അപ്പോൾ പാളയത്തുള്ള ഫ്ലവർ സ്റ്റോളിൽ പോയി രാത്രിക്ക് രാത്രി തന്നെ നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് പൂ കെട്ടിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ ചെറിയ ക്ലിപ്പിൽ കാണുന്ന കേട്ടോ. അപ്പം നമ്മുടെ പൂവിൻ്റെ ഇടയിൽ ചെറിയ വയലറ്റും പിങ്കും കളറൊക്കെ എക്സ്ട്രാസ് ആഡ് ചെയ്ത് ചെറിയ വെറൈറ്റി ആക്കി. വെറൈറ്റി ഒന്നും അധികം നോക്കി നിന്നില്ല, വേഗം പോയി കിടന്നുറങ്ങി. അപ്പോഴേക്ക് സമയം 12 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് നാളെ രാവിലെ 2:30 എഴുന്നേൽക്കേണ്ടതാണ്. കാരണം നാളത്തെ മോഡൽസ് ഏകദേശം 3 മണിയോടുകൂടി നമ്മളടുത്തെത്തും. അങ്ങനെ മോഡൽസ് എത്തി. പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ കണിക്കൊന്ന കുത്തിയിടുന്നത്. അങ്ങനെ കിട്ടിയ കണിക്കൊന്നയും പിടിച്ച് ഞങ്ങൾ ഓടിയെത്തിയത് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കിട്ടിയ ഒരു അടിപൊളി തറവാട് വീട്ടിലേക്കാണ് കേട്ടോ. കാരണം തലേ ദിവസം നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ പേയ്മെൻറ്റ് ഇടാൻ പോയിരുന്ന തറവാട് വീട് അവർക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നു, മീൻസ് അവർക്ക് ആകെ കൺഫ്യൂഷൻസായി, നമുക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് അഫോർഡബിൾ ബഡ്ജറ്റ് അല്ലാത്തൊക്കെ വന്നു. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഈ വീട് നമ്മളെ കയ്യിൽ വന്നതിനേക്കാളും നമുക്ക് അതുവരെ കിട്ടിയ എല്ലാ വീടിനേക്കാളും സൂപ്പർ വീട്, നമുക്ക് അഫോർഡബിൾ റേറ്റ്, അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഈ വീടെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി അതേ സമയത്ത് നമ്മളെ ഫോട്ടോഗ്രാഫർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം മോഡൽസിനെ നമ്മൾ ഫോട്ടോഗ്രാഫറെ ഏൽപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് ഓടി കയറി കേട്ടോ. ഈ വീട് പുറത്തുനിന്ന് കണ്ടിട്ടുള്ള അത്ഭുതം എനിക്ക് തീർന്നിട്ടില്ല. അകത്തേക്ക് കയറിയപ്പോൾ ഒരു അടിപൊളി ഫൗണ്ടനൊക്കെ അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഉരുളിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ പറ്റുമ്പോഴേക്ക് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീടിൻ്റെ എല്ലാ ഇൻറ്റീരിയേഴ്സും പ്ലാനിങ്ങും എല്ലാം എനിക്ക് ഇങ്ങനത്തെ തറവാട് വീട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഈ ഫൗണ്ടനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹാളൊക്കെ എല്ലാം ടീക്കൂഡാണ്, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ ഫോൾ സീലിംഗ് വരുന്നുണ്ട്, അതൊക്കെ ഫുൾ വുഡാണ് കേട്ടോ. അതിലാവശ്യത്തിന് മിനിമലായിട്ട് ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. മിനിമൽ ആണെങ്കിലും എല്ലാം റോയൽ ഫീലാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഹാളിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ നല്ല ക്രിയേറ്റീവായിട്ട് നല്ലൊരു അടിപൊളി ആർക്കിടെക്റ്റിൻ്റെ കൈ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പുതിയ വീടാണ് കേട്ടോ, അത്ര പഴയ വീടല്ല, പുതിയ കൺസെപ്റ്റിൽ ക്രിയേറ്റ് ചെയ്താണ്. കണ്ടോ, ഫോൾ സീലിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ മച്ചൊക്കെ കണ്ടോ, അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ മോഡൽസ് കേട്ടോ. നമ്മളെ മോഡൽസ് എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് എല്ലാവർക്കും ആൾക്കാരെ അറിയുന്നുണ്ടാവും കേട്ടോ. നമ്മളെ മഴവിൽ മനോരമയിൽ ബമ്പർ ചിരിയിലെ ആൾക്കാർ തന്നെയാണ് ദൃശ്യയും ജോത്സ്നയും. ഒരു മിനിറ്റ് പോലും നമ്മൾ ചിരിക്കാതെ ഇരുന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ലൈവ് ബമ്പർ ചിരിയിൽ പങ്കെടുത്ത പോലെ തന്നെയായിരുന്നു കേട്ടോ. അതിലൊരു കാര്യം, ഞാനിവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഷോപ്പിൽ ഇവർ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ ആദ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ചമ്മലും ഒരു മിനിറ്റ് പോലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് ജീവിതം എന്താന്നുള്ള മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു സന്തോഷം ആനന്ദമൊക്കെ ഉണ്ട്. മറ്റേതെന്താ അറിയോ, ഓഫീസ് വീട് ഓഫീസ്. സത്യം പറഞ്ഞ ജീവിതം മടുത്തു. സത്യമാണ് കേട്ടോ. ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരെ ജസ്റ്റ് ഒരു ടീം കിട്ടിയാൽ മതി. നമുക്ക് ഭക്ഷണവും വേണ്ട, ക്ഷീണവും തോന്നില്ല. എനിക്കിപ്പോഴും ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ആ മെമ്മറീസ് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് ചെറുതും വലുതുമായ മെമ്മറീസ് എന്നെ ഭയങ്കര ഹോണ്ട് ചെയ്യാറ്. പക്ഷേ ഇവരുടെ കൂടെ ഞാൻ അങ്ങനെ ചിരിക്കാറില്ല. ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഞാൻ ചിരിക്കൽ വളരെ കുറവാണ്. പക്ഷേ എനിക്ക് മിണ്ടാൻ പോലും സമയമില്ലാതെ രാവിലെ പുലർച്ചെ 3 മണി തൊട്ട് ചിരിക്കാൻ തുടങ്ങിയ ഞങ്ങൾ എനിക്ക് ഏകദേശം 12-12:30 നമ്മൾ എല്ലാം വൈൻഡപ്പ് ചെയ്യുമ്പോൾ അതുവരെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി 1 മിനിറ്റ് പോലും വെറുതെ ഇരുന്നിട്ടില്ല. കാരണം അതിൻ്റെ ചെറിയ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മൂലയും നമുക്ക് ഓരോ ആംഗിൾസ് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു തുളസിത്തറ ഉണ്ട്. കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഫുൾ കയറി വരുന്ന ഭാഗത്ത് തന്നെയാട്ടോ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അകത്തും റൂമുകളുണ്ട്, ഏകദേശം 3ഓളം റൂമുണ്ട്. 3 റൂമിലും ഇവർ ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫുൾ വീട് നമുക്ക് റെൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് സ്പെയർ ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയും ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് ആവശ്യത്തിനാണ് നമ്മളെടുത്തത് എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. താഴത്തെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനി മുകളിൽ പോയി കാണാനെന്നുള്ളതിൽ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇതവിടെ കണ്ട ഒരു കൗതുകമാണ് കേട്ടോ. ഇതാണ് ആറന്മുളം കണ്ണാടി. ഈ ആറന്മുളം കണ്ണാടിയുടെ പ്രത്യേകത കേട്ടോ ഞാൻ വിരൽ തൊട്ട് കാണിക്കുന്നത്. ആ വിരലുണ്ടല്ലോ റിഫ്ലക്ഷൻ കാണുന്നതും എൻ്റെ വിരൽ, അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവില്ല എന്നാണ് നോർമൽ ആറന്മുളം കണ്ണാടിയുടെ പ്രത്യേകത. അത് ഞാൻ മുകളിൽ കാണിച്ചത് നോർമൽ കണ്ണാടിയായിരുന്നു കേട്ടോ. ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ള ആറന്മുളം കണ്ണാടി ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെയുള്ള റൂമാണേ.
റൂമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോഫി ഏരിയ ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ മീൻസ് ഒരു കബേർഡ് കൊടുക്കുന്നുണ്ട്. അതാണ് റൂമിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിങ്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ പോലെ ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഒരു നോർമൽ വീടിൻ്റെ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കതിൻ്റെ നല്ല കിളിവാതിലും നമുക്ക് ജനവാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് കാണുന്ന നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ മുകളിലേക്ക്. അതുകൊണ്ടാണ് എനിക്ക് മുകളിലേക്ക് പോകാൻ ഇത്ര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ വീട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരേ സമയം ആക്സസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ ലൈറ്റ് തന്നെ അത്യാവശ്യം ആ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെയാണ് അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു പുഴയുണ്ടെന്നൊക്കെ കേട്ടിട്ട് ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നീ പുറത്തേക്ക് പോകാൻ. അങ്ങനെ നല്ല അടിപൊളി മരത്തിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ട് അതൊക്കെ വീണ്ടും വീഡിയോ എടുത്ത് കളിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പുറത്തിരുന്ന ആൾക്കാർ പുതിയ അടുത്ത വ്യൂവിന് വേണ്ടിയിരുന്ന അവർക്ക് മീൻസ് ഓരോ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും ചൂടിൻ്റെയും എല്ലാമാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എത്ര ചൂടാണെങ്കിലും എത്ര മടുപ്പാണ്, നമ്മൾ ഒരു ഫുഡ് പോലും കഴിക്കാണ്ട് കേട്ടോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു മടുപ്പും ഇവരുടെ മുഖത്തുണ്ടായിട്ടില്ല. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ട്രാവൽ ബ്ലോഗ് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാൻ മിസ് ചെയ്യരുത്. കാരണം അങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. കാരണം ഞാനങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് കമ്പനി ആവുന്ന ഒരാളെ അല്ല. പക്ഷേ ഇവരുമായിട്ടുള്ള വൈബിൽ നമ്മൾ പറയില്ലേ ഞാനല്ലാതായി സാറേ എന്നൊക്കെ പറയാം അല്ലേ, ആ ലെവൽ വൈബാണ് ഇവർ കാണിക്കുന്ന വീഡിയോയിലുള്ള. ഒറിജിനലാണ് കേട്ടോ, അവരുടെ നോർമൽ സ്വഭാവം തന്നെയാണ് ആ വീഡിയോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ആൾക്കാർ നമ്മൾ കാണുന്നൊരു ലോകത്തിൽ ഇങ്ങനെ റിയലായിട്ട് കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് പൊക്കിയടിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം വരെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടു നിന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകാട്ടോ. നമ്മൾ താഴത്തെ ഫോട്ടോഷൂട്ട് തീർന്നുണ്ട്, കാത്തിരുന്ന് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടോ. ഇതവിടെ ഒരു മൂവി ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കിളിവാതിൽ. ഈ റൂമിൽ തന്നെ 3 കിളിവാതിലുണ്ട് കേട്ടോ. താഴെയായിരുന്നു നമ്മൾ ഇത്രയും നേരം. ഈ ആംഗിളൊക്കെ ശരിക്കും ഫോട്ടോഷൂട്ടിനെ സംബന്ധിച്ച് അടിപൊളിയാണ്. ഇവിടെ പിന്നെ ഈ മച്ചിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇത് മറ്റൊരു കിളിവാതിലാണ്. ഈ മൂവി ഏരിയയിലിരുന്ന് ശരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ബാക്കിൽ കാണുന്ന ഒരു പുഴയാണ്. അത്യാവശ്യം നമുക്ക് ചെറിയൊരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് മുകളിൽ നിന്ന് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു സ്വിമ്മിംഗ് പൂളും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡാണ് കേട്ടോ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ഇതേപോലെ ഒരു ഫ്രീ ഏരിയ നമുക്ക് വരുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂളും അവൈലബിൾ ആണ്. ഈ ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രൈവസി അവിടെ ഉണ്ടാവും എന്നുള്ളത് മെയിൻ കാര്യം. രണ്ടാമത്തെ നമുക്ക് നല്ല ഹോംലി ഫീൽ തന്നെയാണ് തോന്നുക. നമുക്ക് മറ്റൊരു ആളുടെ പ്ലോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവിടെ നമുക്ക് തോന്നില്ല കേട്ടോ. നമ്മൾ സ്വന്തം പ്രോപ്പർട്ടിയിൽ നമ്മൾ വന്നാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. നല്ല ഹൈജീനായിട്ട് തന്നെയാണ് അവർ ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പ്രോപ്പർട്ടി എവിടെയാണെന്ന് റിവീൽ ചെയ്യേണ്ട ടൈമാണ്. ഈ ലൊക്കേഷൻ വരുന്നത് കാരന്തൂരാണ്. ഹരഹര മഹാദേവ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് വരുന്ന മനയാണിത്. ഞാൻ ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു പോസ്റ്റ് പോലെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ചാരുപടിയിൽ ഇരുന്നിട്ടുള്ള കിളിവാതിലൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതിലിരുന്ന് ചെറിയ 2-3 ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് വീടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ. നേരത്തെ കാണിച്ച കിച്ചണും ആ ഏരിയയൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതിനിടയിൽ കൂടെ ജോൾസിനൊക്കെ ഒരു സാരി ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാരി ചേഞ്ചിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് പോകാനുള്ള ടൈമായി. നമ്മൾ ഏകദേശം 10 o'clock ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇവർക്ക് 11 o'clock അടുത്ത ഗസ്റ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നിങ്ങൾ സ്ലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, കാരണം ഇവർക്ക് എപ്പോഴും ബുക്കിങ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈം നമ്മൾ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബുക്കിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്.
ആ ഗ്യാപ്പിൽ നമ്മൾ ദൃശ്യനെയും കൊണ്ട് മുകളിൽ ചാരുപടിയിൽ പോയിട്ട് ആ ആംഗിളിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം നമ്മളെ പേജിൽ വരും. നമ്മളെ സ്ഥിരം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്യുക. ബ്രൈറ്റ്സ് ഓഫ് ഹിബിസ്കനിലാണ് കേട്ടോ നമ്മുടെ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ വരും. നമ്മുടെ നോർമൽ പേജിലല്ല. നോർമൽ പേജിൻ്റെ പേര് ഹിബിസ്കൻ ഔട്ട്ലെറ്റ് എന്നാണ്. പേജുകൾ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ബ്രൈറ്റ്സ് ഓഫ് ഹിബിസ്കനിൽ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഇവിടുന്ന് പോകാറായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ പോകാൻ വരട്ടെ. ഇനിയാണ് നമ്മളെ കഥ തുടങ്ങുന്നതെന്നൊക്കെ പറയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കാറൊന്ന് ഡ്രൈവ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഫൺ വീഡിയോസും കൂടി ഞാൻ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് എല്ലാവർക്കും പോവാട്ടോ. നമ്മളൊരു പഞ്ചായത്ത് എടുക്കും. വരാൻ ലേറ്റ് ആയാലും പോവാൻ ലേറ്റ് വീടും പാപ്പ ഞങ്ങൾ പിടിച്ചിരുന്നോളാ. വേള പേടിക്കണ്ട. ബാക്കിലൊരു കാറ് മാത്രമേ ഉള്ളൂ. അതിന്റെ പിറകിൽ 1000 വണ്ടിയും. പേടിക്കേ വേണ്ട. നമ്മളാ മുമ്പിൽ. നമുക്കൊന്നും വിചാരിക്കും. ഫൽഗുണൻ പാർട്ടൻ ബാക്കിയറിയോ? അറിയില്ല. ഞാൻ അറിയേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ തിരിയണ്ട. എന്തിനാ നിങ്ങൾ തിരിയുന്നത്?